والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സൂറത്ത് സുമറിലെ 41-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മുപ്പത്തി ആയത്ത് മുതൽ ഒന്ന് ഒരുമിച്ച് ഓതിയിട്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു പക്ഷേ സൂറത്ത് സുമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്തായിരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾ ഖുർആൻ പഠിക്കുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് വിൽക്കുന്നു, നമ്മൾ ബാക്കിയുള്ള മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു യഥാർത്ഥ വഴി മാർഗം, ഹിദായത്തിൻ്റെ മാർഗം അള്ളാഹു കാണിച്ചു തന്നു. അപ്പോൾ അത് പ്രകാരം നമ്മൾ ജീവിച്ച് മരണത്തിന് ശേഷം പരലോകത്ത്
നമ്മുടെ കാര്യങ്ങളൊക്കെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന, കുറേയൊക്കെ നിസ്കരിച്ചും നോമ്പുറ്റും ഒക്കെ ജീവിച്ചിട്ടും ഈ ലക്ഷ്യത്തിലേക്ക് എത്താതെ പോകുന്ന ആളുകളുണ്ട്. അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. ഒരു ദൈവനിഷേധി, ഒരു മതനിഷേധി നരകത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ, അവന് സ്വർഗം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമുള്ള കാര്യമല്ല, ഒരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം അവൻ ആദ്യ ജീവിതത്തിൽ അങ്ങനെ ഒന്നുമില്ല, ഉണ്ടൊക്കെ തന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞവനാണ്. മരണത്തിന് ശേഷം ഒരു ലോകം, സ്വർഗം, നരകമൊന്നുമില്ല, അങ്ങനെ സംഭവം തന്നെ ഇല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ പേരിൽ ഒരു സൃഷ്ടാവൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞവനാണ് ആര്? ദൈവനിഷേധി, പരലോക നിഷേധി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി നരകത്തിൽ പോകുന്നത് ഒരു പ്രയാസമുള്ള സംഗതിയല്ല. മറിച്ച് നിസ്കാരം, നോമ്പ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി പഠിച്ചവനെ മനസ്സിലാക്കി, പഠിച്ചുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ ജീവിച്ചിട്ടും ഒരാൾ നരകത്തിൽ പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഇവർക്ക് കൽപ്പിക്കപ്പെട്ടതുപോലെയുള്ള ഒരു മാർഗത്തിൽ അവർ ജീവിച്ചില്ല എന്നത് കൊണ്ട് തന്നെയാണ്. അത് നിസ്കരിച്ചു, അവർ നോമ്പ് വിട്ടു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അതെന്തായില്ല, അവര് ഒരു ശരിയായ മാർഗം കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ ആയില്ല അവർ ചെയ്തത്. അവിടെയാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വളരെ പ്രസക്തമാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്, തീർച്ചയായും താങ്കൾക്ക് നാം സത്യപ്രകാരമുള്ള ഈ ഗ്രന്ഥം താങ്കളുടെ മേൽ നാം ഇറക്കി തന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് തദബ്ബുർ ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, കുറച്ച് ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചു. എന്താണ് ഈ ഹഖ്? ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ബിൽ ഹഖ്, അഥവാ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, അങ്ങനെയൊക്കെയുള്ള ഈ ഹഖ് എന്ന വാക്ക് പലതവണ പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്നു. അത് ഈ കിതാബുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അല്ലാഹു തആല അതായത് ഇറക്കിയ ഈ ഗ്രന്ഥത്തെ ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഗ്രന്ഥവുമായുള്ള ഒരു ജീവിതമല്ലാതെ, ഈ ഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അല്ലാതെയാണ് ഒരാൾ അവൻ്റെ കർമ്മങ്ങളും വിശ്വാസവും ഒക്കെ അവൻ ക്രമപ്പെടുത്തുന്നതെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. മനസ്സിലാവണ്ട പറഞ്ഞത്? അതായത് നമുക്ക് ഇപ്പൊ നമ്മളെ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും നമ്മളെ കർമ്മങ്ങളാണെങ്കിലും വിശ്വാസമാണെങ്കിലും ഒക്കെ നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് അറിയാതെ, ഈ ഗ്രന്ഥം പഠിക്കാതെയും ഈ ഗ്രന്ഥം മനസ്സിലാക്കാതെയുമാണ് ഒരാൾ ഇതൊക്കെ ചെയ്തതെങ്കിൽ അതെല്ലാം എന്തായി? വെറുതെയായി. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. എന്നിട്ടല്ല പറയാണ്, ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊന്നും ആവർത്തിക്കുന്നില്ല. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ബിൽ ഹഖ് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആകയാൽ വല്ലവനും ശരിയായ ഈ സത്യത്തിന്റെ മാർഗം സ്വീകരിച്ചാൽ അത് അവന്റെ ഗുണത്തിന് തന്നെയാണ്. ഒമനല്ല, ആരെങ്കിലും വഴി തെറ്റിപ്പോയാൽ ഫഇന്നമാ യദില്ലു അലൈഹ, ആ പോയതിന്റെ ദോഷവും അവന് തന്നെയാണ്. ഇതാണ് നമുക്ക് ഒന്ന് ബോധ്യപ്പെടേണ്ട കാര്യം. ആരെങ്കിലും ഈ മാർഗം, ഈ സന്മാർഗം സ്വീകരിച്ച് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ആരെങ്കിലും അതിൽ നിന്ന് തെറ്റിയിട്ടാണ് യാത്രയെങ്കിൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. അപ്പൊ ഇത് വെറുതെ ഒന്ന് പറഞ്ഞു പോയാൽ പോരാ, വെറുതെ ഇങ്ങനെ കേവലം ഒരു വാക്ക് പറഞ്ഞു പോയാൽ പോരാ. എന്താണ് ആ പറഞ്ഞത്? ആ മാർഗത്തിലും തെറ്റിയാൽ അവന് തന്നെയാണ് ദോഷം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? തോന്നിയ പോലെ ജീവിക്കണ എത്രയോ മനുഷ്യന്മാർ നമ്മളെ കണ്ണിന്റെ മുന്നിലുണ്ട്. ഒരു ഹിദായത്തിന്റെ മാർഗവും ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ കണ്ണിലൊക്കെ മുന്നിലുണ്ട്. പക്ഷെ നമ്മളെ കണ്ണിന്റെ ദൃഷ്ടിയിൽ അവർക്കൊന്നും ഒരു ദോഷവും നമ്മൾ കാണില്ല. എങ്ങനെ?
ഇതിൽ നിന്ന് തെറ്റി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആളുകൾക്ക് പലർക്കും അതിന്റെ ദോഷം നമ്മൾ കാണില്ല, എന്നാലോ കുറെ നമ്മൾ കാണുന്നുണ്ട്. ചിലതൊക്കെ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകും, നമ്മുടെ വീട്ടിൽ തന്നെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകും. പക്ഷെ ഏറെയും എന്തില്ല, അവരങ്ങനെ തോന്നിയ പോലെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ ദോഷം എന്ന് പറഞ്ഞത് നമ്മൾ കാണുന്നില്ല. എങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ അവർ ജീവിക്കും. പലപ്പോഴും നമ്മളിങ്ങനെ ചില ആൾക്കാർ പറയും രോഗങ്ങളും കഷ്ടപ്പാടും ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത് കുറച്ച് നിസ്കാരം നോമ്പും ഒക്കെ ആയിട്ട് നടക്കണ നല്ല മനുഷ്യന്മാർക്കാണ് പിന്നെയും കുറെ വരുന്നത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ എന്താണ് അള്ളാഹു ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? അത് നമുക്ക് ഖുർആനിൽ ഇത് തന്നെ പഠിക്കണം. ഈ ഒരു ആയത്ത് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആയത്തുകൾ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ സൂറത്ത് മാഇദയിലെ 105-ാമത്തെ ആയത്ത്, 5-ൽ 105. വായിച്ചോളൂ. മാഇദയിലെ 105-ാമത്തെ ആയത്ത്. ഓതിക്കോളി. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഇഹ്തദൈതും ഇലല്ലാഹി മർജിഉകും ജമീഅൻ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നമ്മളെപ്പോഴും ഈ ഖുർആൻ തദബ്ബുർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിക്കുന്ന ഒരു മാസ്റ്റർ ആയത്തുണ്ടാവും. ആ ആയത്ത് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ കാണാപ്പാടം വേണം, എങ്കിലേ നമുക്ക് ഈ തദബ്ബുർ പ്രയോജനം ചെയ്യുള്ളൂ. ആ ആയത്ത് കാണാതെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതിനാണ് നമ്മൾ ഒരു ആയത്തിന്റെ തുടക്കത്തിൽ ആയത്ത് കാണാതെ പഠിക്കാൻ വേണ്ടിയിട്ട് പല ക്ലാസ്സുകൾ അതിന് വേണ്ടി മാറ്റി വെക്കുന്നത്. അതിനാണ് ഇപ്പൊ ഈ ആയത്തിന് 41-ാമത്തെ ആയത്തിന് നമ്മൾ പല ക്ലാസ്സിൽ 1-2 ക്ലാസ്സിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ആയത്തിന്റെ തജ്വീദ് നിയമം പഠിച്ചതും അതിന്റെ അത് കാണാതെ പഠിച്ചതും ആയത്തിന്റെ പദങ്ങൾ അർത്ഥങ്ങൾ പഠിച്ചതൊക്കെ. അപ്പൊ ആയത്ത് നമ്മുടെ മനസ്സിൽ വേണം. എന്താണ് നമ്മൾ പഠിക്കുന്ന മാസ്റ്റർ ആയത്ത്? എന്താണ്? ഒന്ന് ഓതട്ടെ എല്ലാവരും. നമ്മൾ പഠിക്കുന്ന ആയത്ത് ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്, പിന്നെ ഫമൻ ഇഹ്തദാ ഫലിനഫ്സിഹി വമൻ ളല്ല ഫഇന്നമാ യദില്ലു അലൈഹാ വമാ അൻത അലൈഹിം ബിവകീൽ. നമ്മൾ പഠിക്കുന്ന ഭാഗം എന്താണ്? മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി എന്ന് പറയട്ടെ. ഫമനിഹ്തദാ അല്ലേ, എന്നല്ല ആയത്ത്. എന്ന് പറയട്ടെ. ഇഹ്തദാ വമൻ ളല്ല ഫഇന്നമാ യദില്ലു അലൈഹാ. അപ്പൊ ആ ഭാഗം നമ്മളെ മനസ്സിൽ വേണം. മനിഹ്തദാ ഫലിനഫ്സി, ആരെങ്കിലും ഈ കിതാബിലൂടെയുള്ള ഈ മാർഗം, സന്മാർഗം അവർ സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്, അല്ലെ? ഇനി ഈ ആയത്ത് വായിക്കേ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ. വിളിക്കണത് ആരെയാണ്? മുഅ്മിനീങ്ങളെയാണ് വിളിക്കണത്. ഈമാനുള്ള ആളുകളാണ്. ഈമാനുള്ള ആളുകൾക്കൊക്കെ ഇത് ഫലം ചെയ്യുള്ളൂ. ഈമാനില്ലാത്ത ആളുകൾക്ക് ഈ പറയുന്ന കാര്യമൊന്നും ഒരു ഗുണം ചെയ്യൂല, ഒരു ഫലം ചെയ്യൂല. ഇത് അല്ലാഹു തആല ഖുർആനില് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടല്ലോ. ആ ആയത്തുകളൊക്കെ നമ്മളത് പരിശോധിച്ച് നോക്കേണ്ടി. അതിൽ പറയുന്ന കണ്ടന്റ്, അത് ആ വിഷയം ആർക്ക് ഫലം ചെയ്യും? ഈമാനുള്ളവർക്ക് മാത്രമേ ഫലം ചെയ്യുള്ളൂ. അപ്പൊ അള്ളാഹ് വിളിക്കുന്നത് അവരെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. എന്താണ്? അലൈക്കും അൻഫുസക്കും, അവനവന്റെ കാര്യം ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്.
എത്ര വലിയൊരു സന്ദേശമാണ് ഈ ആയത്ത് നോക്കിയത് നിങ്ങൾ. ചെറിയൊരു വാക്കിലൂടെ അലൈക്കും അംഫുസക്കും അല്ലെ, രണ്ട് കെലിമത്താണ് അലൈക്കും അംഫുസക്കും. അലൈക്കും അംഫുസക്കും രണ്ട് വാക്ക്, രണ്ട് അറബി പദങ്ങൾ കൊണ്ട് എത്രമാത്രം വിശാലമായ ആശയമാണെന്ന് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞ അർത്ഥം. അലൈക്കും അൻഫുസക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക. അവനവന്റെ കാര്യം ശ്രദ്ധിച്ചോ എന്ന്. ഇതാരാ പറയണത്? റഹ്മാനായ റബ്ബാണ് പറയുന്നത്. നമ്മളോട് പറയാം, ഓരോരുത്തരും അവനവന്റെ കാര്യം ശ്രദ്ധിച്ചോ. മനസ്സിലാക്കണ്ട പറഞ്ഞത്? ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്, ഒരുപാട് അർത്ഥം. ആ അർത്ഥം ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സുമറിലെ കുറച്ചും കൂടി ആയത്ത് മുന്നോട്ട് പോയി നമുക്ക് മനസ്സിലാവും. കാരണം എന്താണെന്നറിയാം, അള്ളാഹു പറയുന്നുണ്ട്, പരലോകത്ത് ഒരു മനുഷ്യൻ തെറ്റുകാരനായിട്ട് പരലോകത്ത് വന്നാൽ അവൻ്റെ മേലുള്ള ശിക്ഷ ഇന്നതാണ് എന്ന് അവൻ കണ്ടു കഴിയുമ്പോൾ ലമ്മാ റഅഉൽ അദാബ, ശിക്ഷ അവന്, അതായത് ഞാൻ ചെയ്ത തെറ്റിന് എനിക്കുള്ള ശിക്ഷ ഇതാണ് എന്ന് പരലോകത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ വസറു നദാമത്ത, സങ്കടം ഉള്ളിൽ ഒതുക്കാനേ പറ്റുള്ളൂ. അവൻ്റെ സങ്കടം ദുഃഖം ഉള്ളിൽ ഒതുക്കാൻ അവന് കഴിയുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ അത് പറയാൻ ഒരാൾ അവിടെ ഉണ്ടാവില്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഈ സങ്കടം ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ജീവിക്കണം എന്നുകൊണ്ടാണ് നിങ്ങൾ എത്രയോ പ്രയാസം. വേറെ ആർക്കെങ്കിലും കുറെ ഗുണമുണ്ട് എന്ന് വിചാരിച്ചു. നിങ്ങളെ വാപ്പ വലിയൊരു ആര്യമാണ്, വലിയൊരു പണ്ഡിതനാണ്, വാപ്പാക്ക് ഒരുപാട് അമലുകളുണ്ട് വിചാരിച്ചിട്ട് അത് മക്കൾക്ക് ഒരു ഉപകാരം ചെയ്യൂല. അതുകൊണ്ട് മനസ്സിലായിട്ട് പറഞ്ഞത്, അവനവൻ്റെത് അവനവൻ തന്നെ ഉണ്ടാക്കണം. ഇത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയാം. മക്കള് എത്ര ഉന്നതരായ മക്കളാണെങ്കിലും അതുകൊണ്ട് വാപ്പാക്ക് ഒരു ഗുണം അതുകൊണ്ട് കിട്ടൂല. എന്താ കാരണം? വാപ്പാന്റെ കാര്യം വാപ്പ നോക്കണം. ഏത് വിഷയത്തിൽ? ഹിദായത്തിന്റെ വിഷയത്തിൽ. ഇബ്രാഹിം നബിന്റെ കഥ പറയണ്ടല്ലോ, ഉസ്വത്തുൽ ഹസനയാണ് ലോകത്തും മുഴുവൻ ആളുകൾക്കും അല്ലെ. ആ ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് അങ്ങനെ ഒരു മോനുണ്ടായെന്ന് ചോദിച്ചാൽ വാപ്പാക്ക് വല്ല ഉപകാരമുണ്ടോ പരലോകത്ത്? ഇല്ല. അപ്പൊ എന്ത് വേണം? നമ്മൾ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം. അവനവന് വേണ്ടത് അവനവൻ തന്നെ ഉണ്ടാക്കണം. ബാക്കി ലാ യദുറുക്കും മൻ ദല്ല ഇദ ഹതദൈതും, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വഴി പിഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. അടുത്ത കാര്യം പറഞ്ഞാൽ ആ സൂറത്ത് മാഇദയിലെ 105 105 കണ്ടില്ല? 105 ഞാൻ വായിക്കണം. ചിലത് മാറും. പ്രശ്നം കണ്ട ആയത്ത് കണ്ടോ? ആയത്ത് കണ്ടിട്ടുണ്ടോ? നമ്പർ പ്രശ്നം കണ്ട? ഞാൻ വായിച്ച ആയത്ത് കണ്ടിട്ടുണ്ടോ? ആയിക്കോട്ടെ. അല്ല, ഖുർആനിൽ 105 തന്നെയാണ് അത്. പിന്നെ ആയത്ത് കണ്ടില്ലേ? ഓക്കെ. അടുത്ത വിഷയം, ലാ യദുറുക്കും മൻ ദല്ല ഇദ ഹതദൈതും, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾ വഴിതെറ്റി, അത് നിങ്ങൾ ആരായിക്കോട്ടെ, അവർ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്തുകയില്ല. എത്ര വലിയ വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ പറഞ്ഞതെന്നറിയാം. നമ്മൾ ഈ ഹിദായത്തിന്റെ മാർഗം സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ, നമ്മളെ വീട്ടുകാരാകട്ടെ, നമ്മളെ നാട്ടുകാരാകട്ടെ, ഏറ്റവും ബന്ധപ്പെട്ടവരാകട്ടെ, കൂട്ടുകാരാകട്ടെ, സ്നേഹിതന്മാരാകട്ടെ, അവരാരും നമുക്ക് ഒരു ഉപദ്രവവും അവരാരും വരുത്തൂല. കാരണം എന്താ? നമ്മളിത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ റൂട്ട് ക്ലിയർ ആയിരിക്കും. മനസ്സിലായിട്ടുണ്ടാവും. ഈ ഫലി നഫ്സിഹി എന്ന് പറഞ്ഞതിന് ആശയമാണ് ഈ പറയുന്നത്. ഇത് സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവര് തന്നെയാണ് എന്ന് പറഞ്ഞ ഗുണം എന്താണെന്നാണ് ഈ പറയുന്നത്. ആ ഗുണം എന്താണെന്നാണ് ഈ പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? ഇത് ഒരാള് വേറെ നമ്മൾ ജീവിക്കുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി. ഇനി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഉദാഹരണത്തിന്,
നമ്മളെ മക്കളൊക്കെ വളർത്തുന്നിടത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മക്കളെ തർബീയത്തിൽ ഈ മക്കള് നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ വന്ന ഒരു ഹിദായത്തിന്റെ മാർഗമുണ്ട്. ആ മാർഗത്തിലാണ് നമ്മളെ മക്കളെ കൊണ്ടുവന്ന് വളർത്തിയെടുത്തത്. ഈ മക്കളെ നമുക്ക് ധൈര്യമായിട്ട് എവിടേക്ക് പറഞ്ഞേക്കാം. ഇപ്പൊ നമ്മൾ പറയണേ, കുട്ടി അവന് അമേരിക്കയിലാണ്, അമേരിക്കയ്ക്ക് പഠിക്കാൻ പോകാൻ അവിടെ ഒരു കോളേജിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്, അവന് ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയാൽ പോവാണ്. അപ്പൊ നമുക്കൊരു ബേജാറ്, പഠിച്ചോനെ അമേരിക്കയാണ്, എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥകൾ നമുക്കറിയില്ല, അല്ലെങ്കിൽ വേറെ രാജ്യമാണ്, അവിടെ എന്തെല്ലാം തിന്മകളാണ്, നമ്മളെ നാടുമായി ഒന്നല്ല. ഒരു അവസ്ഥ പറയാം. നമ്മൾ ആ മക്കൾ ഇതഹ്തദൈത്തും ലാ യുദുറുക്കും മൻ വല്ല ഇതഹ്തദൈത്തും. നിങ്ങൾ ഏത് നാട്ടിൽ ചെന്നാലും, ഏത് സാഹചര്യം ചെന്നാലും, ഏത് കൂട്ടുകെട്ടിൽ നിങ്ങൾ ചെന്നാലും, ഏത് നിങ്ങളെ റൂമിൽ ഏത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവരൊരു ദ്രോഹവും വരുന്നില്ല. അപ്പൊ വേണ്ടത് എന്താണ്? ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. ഇത് നമ്മൾ പഠിക്കണം, നമ്മൾ ഉൾക്കൊള്ളണം, നമ്മളെ തലമുറക്ക് നമ്മൾ കൊടുക്കും വേണം. എങ്കിൽ നമ്മൾ ഏത് നാട്ടിലേക്ക് എവിടേക്ക് അവരെ പറഞ്ഞാലും അതിൻ്റെ ഒന്നും ഒരു ദുർറും എന്നുണ്ടാവൂല, അവരെ ബാധിക്കില്ല. അപ്പൊ എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പൊ നമ്മളെ ജപ്പാൻകാർക്ക് വെള്ളിയാഴ്ച അസറിന് ശേഷം ഒരു ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് നടത്തലുണ്ട്. നമ്മളവിടെ ഉണ്ടായിരുന്ന ചെന്നൈയിലുണ്ടായിരുന്ന ഉമ്മർ സാഹിബ് ഉണ്ട്, എനിക്ക് പ്രായമായ കുറച്ച് മുമ്പ് ആദ്യത്തിൽ നമ്മളെ ക്ലാസ്സിനൊക്കെ സ്ഥിരമായിട്ട് വന്നിരുന്നു. ഉമ്മർ സാഹിബ് കുറേ പ്രായമുള്ള വിളിച്ചത്. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ അവിടെയാണ്, മരുമകൻ അവിടെയാണ്, മോളാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. പല സ്ഥലത്തുമുണ്ട്. അങ്ങനെ അദ്ദേഹം ഇവിടെ ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്ന മൂപ്പർക്ക് അദ്ദേഹത്തിന് അവിടെ ഇതേപോലെ ഒരു ഖുർആൻ ക്ലാസ് ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം. അങ്ങനെയാണ് പ്രായമായ അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്തിട്ട് അവിടെ എല്ലാ വെള്ളിയാഴ്ച അവിടെ പള്ളി വന്നു. ആ പള്ളിനെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന്റെ മരുമകന്റെ ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഡോക്ടറാണ്. എല്ലാ വെള്ളിയാഴ്ചയും അസറിന് ശേഷം അവർക്ക് ഓൺലൈനായിട്ട് ക്ലാസ് നടക്കുന്നുണ്ട്. ഇതേപോലെ ക്യാമറ വെച്ചിട്ട് വീട്ടിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ, ഒരു 10-30 ഫാമിലി പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെ ജീവിതത്തിൽ നമ്മുടെ നാടിൻ്റേതല്ലാത്ത സംസ്കാരങ്ങൾ, വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ നമ്മളെ ഈ ഒരു കൂട്ടായ്മയിലൂടെ നടക്കുന്ന ക്ലാസ്സുകളും കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ അവർ വരുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പള്ളി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഇപ്പോൾ അടുത്ത റഷ്യയിൽ പോയ ഒരു ഫാമിലി, അതുപോലെ തന്നെ ലണ്ടനിൽ പോയ ഒരു ഫാമിലി, ഇവരൊക്കെയും ഇങ്ങനെയുള്ള കുറേ ആളുകൾ, അവരൊക്കെയും ദീനിയായിട്ട് തന്നെ ജീവിക്കുന്നു. നമ്മളിവിടെ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ അവിടെ അതേപോലെ ജീവിക്കുന്നു. അവർക്ക് അവരുടെ നിര്യാണിക്ക് മേലെ വസ്ത്രം എടുക്കുന്നു, അവർ താടി വെക്കുന്നു, അവർ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. അവർ ബിരിയാണി ഒരു പ്രയാസം അവർക്ക് ആർക്കില്ല, തെറ്റിപ്പോകുന്നില്ല. അതിന്റെ കാരണം എന്താ? ബേസിക് ആയിട്ട് ഖുർആൻ ക്ലാസ്സിൽ അവർ പങ്കെടുക്കുന്നു, മക്കൾ പങ്കെടുക്കുന്നു, അപ്പാരന്മാരും പങ്കെടുക്കുന്നു. അതിലൂടെ കിട്ടുന്ന ഒരു ഹിദായത്ത്. അതാണ് ഫലി നഫ്സിഹി എന്ന് പറഞ്ഞത്. ഇനി ബാക്കി, ഇനി ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? അവനവന്റെ കാര്യം നോക്കിക്കോളി, സ്വന്തം കാര്യം ഉറപ്പ് വരുത്തിക്കോളി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇലല്ലാഹി മർജിഉക്കും ജമീഅ. ഇലല്ലാഹി മർജിഉക്കും, നിങ്ങൾ എല്ലാവരുടെയും മടക്കസ്ഥാനം എടുക്കുക. എല്ലാവരും മടങ്ങി ചെല്ലാൻ അല്ലാഹുവിന്റെ അടുക്കലേക്കാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരം അല്ലാഹു അവിടെ നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയും ആ വിവരം അറിയിക്കും. അള്ളാഹു പരലോകത്ത് അതിന്റെ വിവരം നമുക്ക് തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളതാണ്. കാലാകാലം ഇവിടെ ജീവിക്കൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുക. അവനവൻ കിട്ടേണ്ട പാഠം അവനവൻ കിട്ടുക, അവനവൻ ചെയ്യേണ്ട കാര്യം അവനവന് ചെയ്യുക, അവനവന്റെ കാര്യം അവനവൻ ശ്രദ്ധിക്കുക എന്ന ശക്തമായൊരു താക്കീതാണ് ഈ ആയത്ത്. ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ എല്ലാവരും. നമുക്കെല്ലാവർക്കും നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുക, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ആയത്താണിത്. ഈമാനുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ അവനവന്റെ കാര്യം അവനവൻ ശ്രദ്ധിച്ചോളി എന്ന് നമുക്ക്
ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം എന്താണ്? അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് മടക്കം. അങ്ങനെ മടങ്ങി ചെന്നു എന്നുള്ള മടക്കം അള്ളാഹുവിന്റെ അടുക്കിലേക്കാന്നുള്ളത് മാത്രമല്ല, മടങ്ങി ചെന്നതിന് ശേഷം അവിടെയുള്ള കാര്യങ്ങൾ അള്ളാഹു നിങ്ങളെ വിവരം അറിയിക്കുകയും ചെയ്യും എന്നാണ്. ഒരായത്ത് കൂടി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അൽബക്കറയിലെ 135. അൽബക്കറയിലെ 135. വായിച്ചോളി. വഖാലു കൂനു ഹൂദൻ ഔ നസാറ തഹ്തദു ഖുൽ ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ ഖുൽ ആമന്നാ ബില്ലാഹി ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വമാ ഊതിയ നബിയ്യുന മിൻ റബ്ബിഹിം ലാ നഫരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി ഇതൊക്കെ ഇങ്ങനെ തുറന്ന് വരാനുള്ള കാരണം എന്താണ്? അസ്ബാത്ത് എന്ന് പറയുന്ന സന്താന പരമ്പര, അസ്ബാത്ത് ഇതൊക്കെ തുറന്നു വരാനുള്ള കാരണം എന്താണ്? ആലോചിച്ച് നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ചയാണ്. എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി എന്താ പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയത്തി, പടച്ചോനെ എന്നെ എന്റെ മക്കളെയും നിസ്കാരം നടത്തുന്നവരാക്കണമെന്ന് പ്രാർത്ഥിച്ചു, അല്ലെ? അതിന്റെ ഉത്തരം എങ്ങനെ കിട്ടി? ഖുർആനിൽ വേറെ ആയത്തിലുണ്ട് ഇസ്മായിൽ നബിനെ പറ്റി, വക്കാന യൗമുൽ അഹ്ലഹു ബിസ്സലാം. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തന്റെ മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു. മനസ്സിലായിട്ടാ പറഞ്ഞത്? ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണം എന്ത്? എന്നെ എന്റെ മക്കളെയും നിസ്കാരം നടത്തുന്നവരാക്കുകയെന്ന്. ആര്? ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിന്റെ മക്കളിൽ ഒരാളാണ് ആര്? ഇസ്മായിൽ നബി. ഇസ്മായിൽ നബിനെ പറ്റി പറയുന്നത് അള്ളാഹ് പറയാണ് വക്കാന യൗമുൽ അഹ്ലഹു ബിസ്സലാം. ഇസ്മായിൽ നബി തന്റെ കുടുംബത്തെ നിസ്കരിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. തുടർന്ന് ഇങ്ങനെ വരികയാണ്. കണ്ടാ നോക്കി നിങ്ങൾ ഇതിന്റെ ബാക്കിൽ യാക്കൂബ് അസ്ബാത്ത്, ഇനി ഊത്തിയ മൂസ വഈസ വമാ ഊത്തിയ നബിയ്യുന മിൻ റബ്ബിഹിം. ഇവർക്കൊക്കെ നൽകപ്പെട്ട കാര്യമാണ് എന്ത്? അവരെ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ അവർ മനസ്സിലാക്കി പഠിച്ചു. ആ ഊത്തിയ മൂസക്ക് നൽകപ്പെട്ടത് തൗറാത്താണ്, ഈസാനബിക്ക് നൽകപ്പെട്ടത് ഇഞ്ചീലാണ്. ഇതൊക്കെ പഠിച്ചു, അവർ മനസ്സിലാക്കി, അവരെ കുടുംബത്തെ അവരെ കൃത്യമായി കൊണ്ടുവന്നു. അപ്പൊ ഓതുന്ന ആയത്ത് എന്താ അറിയോ? മേലെ ഇവര് പറയുന്നത് ജൂതനാകണം അല്ലെങ്കിൽ ക്രിസ്ത്യനാവണം, എന്നാൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാമെന്ന്. ശരിക്കും ചിന്തിക്കണം. ആയത്ത് എന്താണ്? ആയത്ത് വഖാലു അവര് പറഞ്ഞു കൂനു ഹൂദനാവണം, ഒന്നെങ്കിൽ ജൂതനായിക്കോളി അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിക്കോളി, തഹ്തദു നിങ്ങൾക്ക് എന്താകാം? ഹിദായത്തിൽ സന്മാർഗത്തിലേക്ക് പ്രവേശിക്കാം. മനസ്സിലാണ്ട് പറഞ്ഞത്? എന്താ അള്ളാഹ് ക്രോസ് ചെയ്യുന്നത്? ജൂതനായി വിചാരിച്ചിട്ട് എന്താവൂല? ഹിദായത്തിലാവൂല. ക്രിസ്ത്യനാണെന്ന് വിചാരിച്ചിട്ട് പേരിലാവൂലാന്ന്. ഈസാ നബിന്റെ അനുയായികളാണ് ആര്? ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത്. മൂസാ നബിന്റെ അനുയായികളാണ് ആര്? ജൂതന്മാർ എന്നറിയപ്പെടുന്നത്, അല്ലെ? മുഹമ്മദ് നബിന്റെ അനുയായികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മുസ്ലിമീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പേരുകൊണ്ട് മുസ്ലിമായിട്ട് കാര്യമില്ല. പിന്നെന്ത് വേണം? വമാ ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹിം വഇസ്മായിൽ. ഈ ഇറക്കപ്പെട്ട കാര്യം ഏതാണ്? പ്രമാണമാണ്, ഗ്രന്ഥമാണ്. അത് പഠിക്കണം. അതല്ലാതെ വെറുതെ മുസ്ലിമായിട്ട് എന്തില്ല? കാര്യമില്ല. വെറുതെ പേരിന് മുസ്ലിമായിട്ട് കാര്യമില്ല, രക്ഷപ്പെടൂല. ഇവര് പറഞ്ഞത് എന്താണ്? ജൂതനായി ക്രിസ്ത്യാനി ആയാൽ മതി, നമ്മളെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മതി, നമ്മൾ സന്മാർഗത്തിലാവുന്ന പറഞ്ഞത്, കച്ചിലാവുന്ന പറഞ്ഞത്. ആവൂല എന്നുള്ള പറയാ. കാരണം എന്താണ്? കുൽബൽ മില്ലത്ത് ഇബ്രാഹിം ഹനീഫ. ഈ മാർഗം ആയിട്ടാന്നറിയോ? ഇബ്രാഹിം നബിന്റെ മാർഗ. ഇബ്രാഹിം നബിന്റെ മാർഗം, ഇബ്രാഹിം നബി മക്കളെ വളർത്തി കൊണ്ടുവന്ന മാർഗ. ആ രൂപമാണ് അടുത്ത ആയത്ത്. ആ മക്കളെ മക്കാന് കളിക്കണമെന്നാവുന്നത്. വക്കാന മിനൽ മുശ്രിക്കീൻ. ഒരിക്കലും ശിർക്ക് അദ്ദേഹം ചെയ്തിട്ടില്ല. മക്കൾ പോയിട്ടില്ല ശിർക്കിലേക്ക്. അപ്പൊ ഇത് ഒരു മാർഗമാണ്, ഇതൊരു മാതൃകയാണ്. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു തുടർ പ്രക്രിയയാണ്. അതിങ്ങനെ കൈമാറ്റം ചെയ്യാൻ കഴിയണം. വാപ്പാര് മക്കൾക്ക് കൊടുക്കേണ്ട അനന്തര സ്വത്തല്ല. വാപ്പാരിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട അനന്തരം സ്വത്തല്ല. പിന്നെന്താണ്? ഹിദായത്താണ്. നമ്മൾ ജീവിക്കുന്ന നമ്മളെ ശരിയായ മാർഗത്തിൽ ജീവിച്ചിട്ട് ആ മാർഗം നമ്മളെ തലമുറക്ക് കൈമാറ്റം ചെയ്യണം.
അവരുടെ തലമുറക്ക് കൈമാറ്റം ചെയ്യണം. മനസ്സിലായില്ല? സ്വത്ത് എന്ത് ചെയ്യും? വാപ്പാക്ക് പോലെ സ്വത്തില്ല, വാപ്പാനെ കിട്ടി, അതൊക്കെ പോയി പലതും ആയി. വാപ്പാന്റെ മക്കൾ കൊടുത്ത മക്കളും അതൊക്കെ തീരും, അതൊക്കെ അവസാനിക്കും. തലമുറകൾ ഇങ്ങനെ കടന്നു വന്ന് ക്രയവിക്രയം ഇങ്ങനെ കുറെ വിറ്റും കുറെ നഷ്ടപ്പെട്ടും കുറെ അങ്ങോട്ട് ഇവിടെ കയറ്റൊക്കെ പോവും. പക്ഷെ കിട്ടേണ്ടത് എന്താണ്? ഹിദായത്തിന്റെ മാർഗമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം അവർക്ക് തന്നെയാണ്, മാറി സഞ്ചരിച്ചതിന്റെ ദോഷവും അവർക്ക് തന്നെയാണ്. ഇനി നമുക്കതിന്റെ ദോഷം കൂടി പഠിക്കാണ്ട് മനസ്സിലാക്കാണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇനി നമുക്കിത് കിട്ടണം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് ശരിയായ മാർഗത്തിൽ ജീവിക്കണം, ഗുണം ഉണ്ടാകണം. ഇവിടെ പരലോകത്തും ഗുണമുള്ള ഹിദായത്തിന്റെ മാർഗം നമുക്ക് കിട്ടണം. അപ്പൊ അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഇതിന്റെ മുന്നിൽ നമുക്കുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ഒന്ന് മനസ്സിലൊന്ന് തയ്യാറാക്കി വന്നോളി. നിങ്ങൾക്ക് അതിന്റെ പരിഹാരം ഇൻഷാല്ലാ കിട്ടും. നമ്മളെ മുന്നിൽ കുറെ വെല്ലുവിളികളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒരു സാധാരണക്കാരൻ പറയാണ്, പിന്നെ ഞാന് പ്രസംഗം കേട്ട് അയാളും ആയത്താണുള്ളത്, അയാളും ഹദീസാണ് പറഞ്ഞത്, ഇയാളും ഹദീസാണ്, ഇയാളും ആയത്താ പറഞ്ഞത്, നമ്മളിപ്പോ സാധാരണക്കാർ കുടുങ്ങിയില്ലേ, നമുക്കിപ്പോ എന്താ മനസ്സിലായ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയാം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ മുന്നിൽ. അതിനൊക്കെ പരിഹാരം ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്ന ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? തെറ്റാതെ ജീവിക്കാം. മാർഗം വഴി തെറ്റി പോകാതെ തന്നെ ജീവിച്ച് മരിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ കൂടുതൽ പഠിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മകൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടുപോയപ്പോൾ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഈ ഭവനത്തിൽ അല്ലാഹുവിന്റെ കലാപം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചു. അല്ലാഹു തആല നാളെ നമ്മുടെ ഖബറിലേക്കും പരലോകത്തേക്കും ഒരു വലിയ സമ്പാദ്യമാക്കി ഈ സമയത്ത് അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ ഖബറിലേക്കുള്ള പരലോകത്തേക്കുള്ള ഒരു പ്രകാശമാക്കി അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب